ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ആയിഷ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാട്ടോ. നമ്മൾ കസിൻ്റെ ബേബീനെ കാണാൻ വേണ്ടി നിലമ്പൂരിലേക്ക് പോവാണ്. ആദ്യം നമ്മളെ വീട്ടിൽ നിന്ന് പോയി തറവാട്ടിലേക്ക് കഴിഞ്ഞു, ശ്രാമ്പമിലേക്ക്. ഇതിൻ്റെ കസിനാണ് നീസു, ഇതിൻ്റെ കസിൻ ദിന, മറ്റേതിൻ്റെ മോളാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും കസിൻസും റിലേറ്റീവ്സും കൂടി അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഇത് നമ്മളെ കഥാനായകൻ വാപ്പച്ചി, നമ്മളെ വല്യപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ക്രൂയിസറിനേക്കാളും കുറച്ച് വലുപ്പമുള്ള വണ്ടി കേട്ടോ. ആ വണ്ടിയിലാണ് നമ്മളെല്ലാവരും കൂടി പോയിട്ടുള്ളത്. ഇതിൻ്റെ അമ്മച്ചി, ഇഞ്ഞാമ്മ, പിന്നെ ചെറിയ ഇഞ്ഞാമ്മ, കുഞ്ഞിന്നാണ് വിളിക്കാം, ഇതേ നമ്മൾ ഡ്രൈവർ അങ്കിൾ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോയി. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഒരു വേറെ വഴിയിൽ നിന്ന് ജോയിൻ ചെയ്താണ്. പോണ വഴിക്ക് നമുക്ക് അരിയുണ്ട ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സീനത്ത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നായിരുന്നു. പിന്നെ പിന്നെ പിന്നെന്തേനു, അങ്ങനെ അരിയുണ്ട കഴിച്ച്, സമൂസ കഴിച്ച്, പിന്നെ എന്തൊക്കെയോ പലഹാരങ്ങളും കടലും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 പാട്ടും ഡാൻസും അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ബേബിക്ക് ഗോൾഡ് എടുക്കാനുണ്ടായിരുന്നു. നമുക്ക് എന്നല്ല, നമ്മളെ ഞമ്മക്ക്, അതായത് ബേബീൻ്റെ ഉമ്മൻ്റെ ഉമ്മക്ക് ഞാൻ പോയി ഗോൾഡ് ഒരു ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെയിനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ ബേബി ബോയ് ആണ് കേട്ടോ. മോൻ്റെ പേര് റൊവൈക്ക് എന്നാണ്. അപ്പോൾ ഇതായിട്ട് ആ ചെയിൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല ഇപ്പോഴത്തെ ആ ഒരു ടൈപ്പില്ലേ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ, അങ്ങനത്തെ ടൈപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോവാണ്. നമ്മൾ ഇന്നലെ വെള്ളിയാഴ്ച ആയത് കാരണം നമുക്ക് ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തണേനു. അങ്ങനെ കുറച്ച് കയറി നിലമ്പൂർ എത്തുന്നതിനും എടവണ്ണ പറഞ്ഞ സ്ഥലത്താണ് തോന്നുന്നത് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ബുളുബുളു മുട്ടായി, ഇത് കുഞ്ഞുമേൻ്റെ പട്ടിശോ, ബുളുബുളു മുട്ടായി തന്നെയാണോ പറയാറില്ല, നമ്മൾ പല്ലുമലൊട്ടി എന്നാണ് പറയുക. ചിലവർ ഇതിന് ബുളുബുളു മുട്ടായി എന്ന് പറയും. കാരണം നല്ല പണ്ടത്തെ അത്ര തന്നെ ആ ഒരു ഒട്ടലില്ലെങ്കിലും അത്യാവശ്യം പല്ല് പൊട്ടുന്ന ടൈപ്പിലുള്ള ഒരു ഒട്ടൽ ഇതിനുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് വരത്തെ മറ്റൊരു ഉരുണ്ടിട്ടലുണ്ടാവുക, ഇത് നല്ലൊരു ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞിമ്മ വാങ്ങിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴിക്കൊക്കെ അത്യാവശ്യം നല്ല മഴ. പക്ഷെ നമ്മുടെ നാട്ടിൽ മഴ ഇല്ലെങ്കിലും ആ നിലമ്പൂർ എത്തിയില്ല, ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ എനിക്ക് മറന്നു, ഞാൻ നല്ല നോട്ട് ചെയ്തിനും. അവിടെയൊക്കെ അത്യാവശ്യം നല്ല നല്ല മഴ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 4 ആൾക്കാർ കൂടുതലുള്ള വർത്താനും നോണയും പിത്തനെയൊക്കെ കഴിഞ്ഞിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഫർജ പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത്, നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. നമ്മൾ കുറച്ച് മീൽസും പിന്നെ ഒരു 3 ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ബീഫ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 കസിൻസ് പറഞ്ഞത് അവർക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. മീൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൽസിൻ്റെ കൂടെ നല്ല നെത്തോലി ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കോൺഫ്ലോർ ഇട്ടിട്ടാണ് അവർ നെത്തോലി പൊരിച്ചതെന്നാണ്. കാരണം കറുമുറാന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് പപ്പടം. ആദ്യം ഞാൻ വിചാരിച്ചാൽ എന്തോ കൊതുവല്ല കേട്ടോ, മറ്റേ എന്തോ ഒരു പൊടിയേനു. പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ നല്ല ബീഫ് ബിരിയാണിക്ക് മാത്രമേ കേട്ടോ കോഴിമുട്ട ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയിലേക്ക് കിട്ടി അവട്ടോ. അപ്പം മീൽസ് നല്ല മീൽസ് ആയിരുന്നു. നല്ല ചോറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിച്ച എല്ലാവരും. അതിൻ്റെ കൂടെ പായസം, രസം, മോര്, സാമ്പാർ, മീൻകറി, പിന്നെ ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ബീഫ് ബിരിയാണി സെറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അച്ചാറൊരു നുരുമ്പേ അവർ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നുരുമ്പ് പറഞ്ഞാൽ വളരെ കുറച്ച്, മൂട്ടിൽ ഇച്ചിരിക്കോണം അത്രേ തന്നുള്ളൂ. പിന്നെ എല്ലാവരും വയറ് നിറച്ച് ഫുഡ് കഴിച്ച്, നമ്മൾ പോണത് ഒരിടത്ത് പറഞ്ഞിട്ടില്ലേനു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിച്ച് പോകാൻ വിചാരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അമ്മച്ചി കേട്ടോ പാവം. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ ബേബീൻ്റെ അടുത്ത് എത്തി. മാഷാഅല്ലാ, നമ്മളെ ബേബി കേട്ടോ. ബേബീൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, റൊവൈക്ക് ജാസ് മുഹമ്മദ് എന്നാണ് ബേബീൻ്റെ പേര്. ഇത് ബേബീൻ്റെ സിസ്റ്ററാണ് റേക്ക ജാസ് മുഹമ്മദ്. ഇതായിട്ട് നമ്മളെ കുഞ്ഞുവാവ. എല്ലാവരും ബേബീനെ എടുത്ത്, ഓരോ വീട് നിലമ്പൂരിന് കുറച്ച് ഉള്ളോട്ട് പോയിട്ട് റബ്ബർ കാടിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ടായിരുന്നു ഒരു വീട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതാണ് ബേബീൻ്റെ മമ്മി, ഷീനുവിൻ്റെ കസിന. പിന്നെ ഇതോരമ്മ. നമ്മൾ പോയപാടെ നമുക്കൊരു സ്വീകരണ പാനീയമായിട്ട് എന്താ തന്നത് അറിയാമോ? സ്വാഗത പാനീയം. നമ്മൾ പിസ്ത ചെയ്യുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ, കാരണം ഫുഡ് കഴിച്ചാൽ പാടിയായതുകൊണ്ട് കുറച്ചേ കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. പിന്നെ കുട്ടീനെ അടുത്ത് കുടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഓള് കുടിപ്പിച്ചെടുക്കുകയാണ്. പിന്നെ എല്ലാവരും കുഞ്ഞിനെ എടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ വാങ്ങിച്ച മാല ഉണ്ടല്ലോ, അത് ഞമ്മ ബേബിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കുഞ്ഞിവാവല്ലോ. ഇത് ഞാമാണ് എൻ്റെ കുഞ്ഞിമ്മ. എൻ്റെ അമ്മ ഏറ്റവും ചെറിയ അനിയത്തിയാണ്. പിന്നെ ബേബിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ചടങ്ങായിരുന്നു കേട്ടോ. ഇത് ദിന വാങ്ങിച്ചൊരു ഗിഫ്റ്റ് ആയിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുത്തോ ഇല്ല എനിക്ക് മറന്നിക്കണം, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിലില്ല തോന്നുന്നു, ഇനി വേറെ ഫോണിലാണ് എടുത്താൽ അറിയില്ല. ബേബി നല്ല വർക്ക് ചെയ്യുന്നു. ബേബിനെ ഉണർത്താനുള്ള പണികളിലായിരുന്നു എല്ലാവരും. നമ്മളെ ഒച്ചയും വിളിയും കേട്ടിട്ട് ബേബി നീറ്റില്ലെങ്കിൽ ഇതാണ് എൻ്റെ കയ്യിൽ ബേബി. ഞാൻ ബേബിനെ ഒന്ന് എടുത്തു നോക്കിയതാണ്. മാഷാഅല്ലാ, കുറേ ആയി ബേബിനെ എടുത്തിട്ട്.
അങ്ങനെ ബേബീൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളും നമ്മൾ പൊളിച്ച് നാശകോശമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ പിന്നെ പുറത്തുള്ള കുറച്ച് കസിൻസ് ഉണ്ട്, അവർക്ക് അയച്ചു കൊടുക്കാനും അവർ വാങ്ങിച്ചെന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇസ്റ്റും പത്തിരിയും പൊറാട്ടയും ബട്ടർ നാനും ചിക്കൻ പൊരിച്ചതും ബീഫും നല്ല അടിപൊളി പാൽച്ചായും ഒക്കെ ഉണ്ടായിരുന്നു. വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ നല്ല ഫുള്ളാക്കിയിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത്. നമ്മൾ പോയപ്പം ഓരോത് കരുതിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മൾ അസറൊക്കെ നിസ്കരിച്ചിട്ടാണ് തിരിച്ച് വരുന്നത്. അങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ വേറൊരു കസിൻ നിലമ്പൂരിലേക്ക് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞത് ഓരോന്ന് വടപ്പുറം പറഞ്ഞ സ്ഥലത്തേക്ക് കല്യാണം കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. ആ താത്ത ഇപ്പോൾ ദുബൈയിലാണ്, ഒരുപാട് ദുബായിൽ സെറ്റിലാണ്. അപ്പോൾ ഓരോ വീട്ടിലേക്കൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അധികം അങ്ങനെ എത്തിപ്പെടാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ അവിടെയും കൂടി കയറി, കാരണം എല്ലാവരും കൂടി ഉള്ളപ്പോൾ അവിടെ കയറി. അവിടെ ഒരുപാട് റബ്ബറും റംബൂട്ടാനും വേറെ കുറേ സാധനമൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരൊക്കെ മറന്നുപോയി. റംബൂട്ടാൻ മാത്രം അതെന്നെ കുഞ്ഞമ്മ ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചതുകൊണ്ട് എനിക്ക് പറഞ്ഞതെന്നാണ്. നല്ല അടിപൊളി റംബൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുൾ ഞാൻ പറഞ്ഞില്ലേ റംബൂട്ടാൻ ആയിട്ടില്ല, ആ ഗ്രീൻ കളറിലാണ് കേട്ടോ. നല്ല അടിപൊളിയായി, നല്ല ആംബിയൻസ് ഈ വീട്ടിന്. ഫുള്ള് തണുപ്പുള്ള പോലെ തോന്നും അവിടെ എത്തിയാൽ. വയനാട്ടിലൊക്കെ എത്തിയ ഒരു മുഖച്ഛായാണ് അത്. അവിടെ റംബൂട്ടാനുള്ളത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ കയറി കുറച്ച് നേരം ഇരുന്ന് ഒരു വെള്ളം കുടിച്ച് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം തിരിച്ച് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് എത്തേണ്ടിണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് 2 വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വണ്ടി കയറി നമ്മൾ വീട്ടിൻ്റെ അവിടേക്ക് പോയിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിലമ്പൂർ ഭാഗത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാം. ഈ വീട് നിൽക്കുന്ന പേര് വടപ്പുറം എന്നാണ്. ഷിനുവിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് എനിക്കറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, മാ സലാമ, സീ യു, ടാറ്റാ.